ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റെന്ന് കണ്ടെത്തൽ. കർണാടക ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധനാണ് സ്വർണം വിറ്റത്. ഗോവർദ്ധന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം സംസ്ഥാനത്തിന് പുറത്തേക്ക് തെളിവെടുപ്പിനായി പുറപ്പെട്ടു. 2025 സ്വർണ്ണപ്പാളി കൈമാറിയതിൽ വീഴ്ച സംഭവിച്ചുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. 2025 ഈ ബോർഡിന്റെ നേതൃത്വത്തിൽ ദ്വാരപാലക ശില്പങ്ങൾ നവീകരിക്കുവാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് കൃത്യമായ പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് തിരുവാഭരണ കമ്മീഷണറുടെ നേതൃത്വത്തിൽ SP വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ സമസ്ത ഉദ്യോഗസ്ഥന്മാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ കൃത്യമായ മഹസർ തയ്യാറാക്കി 22 കിലോഗ്രാം ചെമ്പ്, അതിൽ 281 ഗ്രാം സ്വർണം എന്നൊക്കെ മഹസർ തയ്യാറാക്കി വീഡിയോ ചിത്രീകരണത്തോടുകൂടി സുരക്ഷിത വാഹനത്തിലാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ ഒരു വീഴ്ച പറ്റി. എന്താണ് വീഴ്ച? സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചില്ല. അതൊരു വീഴ്ച തന്നെയാണ്. ഗോവർദ്ധന്റെ പേരും ഗോവർദ്ധനെ ചുറ്റിപ്പറ്റിയുള്ള SITയുടെ പുതിയ കണ്ടെത്തലും അത് കഴിഞ്ഞ 2 ദിവസത്തിലെ അന്വേഷണത്തിലെ വിവരങ്ങളാണ് എന്ന തരത്തിലേക്കുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത സ്വർണം അത് എവിടെ പോയി എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഏതാണ്ട് 470 ഗ്രാമോളം സ്വർണത്തെ സംബന്ധിച്ചിട്ടായിരുന്നു വ്യക്തത അടക്കമുള്ള കാര്യങ്ങൾ SIT തേടിയത്. ഇപ്പോൾ അക്കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ മറ്റൊരു പേര് കൂടി ഇതിലേക്ക് വരുന്നത്. അത് ബെല്ലാരി സ്വദേശിയായിട്ടുള്ള സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനാണ്. അതായത് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും താൻ എടുത്ത സ്വർണം അത് ബെല്ലാരി സ്വദേശിയായിട്ടുള്ള സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന് വിറ്റു, പണം വാങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്നത്. ഈ വിവരം ബെല്ലാരി സ്വദേശിയായിട്ടുള്ള ഗോവർദ്ധൻ SITക്ക് മൊഴിയായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി ബാംഗ്ലൂരും അതേപോലെ തന്നെ മറ്റു ചില സ്ഥലങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നടന്നു വരികയായിരുന്നു. അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ വിവരം കണ്ടെത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ഇന്ന് ഈ അന്വേഷണ സംഘം SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പിന് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ട്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് തൊട്ടടുത്ത ദിവസങ്ങളിൽ SITയുടെ നിർണായകമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും. മാത്രവുമല്ല, ഈ സ്വർണം പോറ്റി വിറ്റിട്ടുണ്ടെങ്കിൽ ആ പണം എന്ത് ചെയ്തു? നേരത്തെ ഇയാളുടെ വീട്ടിലടക്കം നടത്തിയ പരിശോധനയിൽ ഇയാൾ നടത്തിയ ബ്ലേഡ് ഇടപാടുകളുടെ വിവരങ്ങൾ, അതായത് പലിശ ഇടപാടുകളുടെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. കൂടാതെ ചില വസ്തു ഇടപാടുകൾ സംബന്ധിച്ചും ഇപ്പോൾ ഇതുണ്ട്. അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ നിന്ന് ഈ സ്മാർട്ട് ക്രിയേഷൻസ് വഴി ഇയാൾ തട്ടിയെടുത്ത സ്വർണം അത് ബെല്ലാരി സ്വദേശിയായിട്ടുള്ള ഗോവർദ്ധന് വിൽക്കുകയും ആ പണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഇടപാട് നടത്തുകയും ചെയ്തു എന്നുള്ള വിലയിരുത്തലിലേക്ക് അന്വേഷണ സംഘം